പോകുന്നത് മിനി പേപ്പർ ഹൗസ്. ആദ്യം നമ്മൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് തീർത്ത, ഇവൻ്റെ പേര് തൻവിക്, എൻ്റെ അന്വി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ആവശ്യമുള്ളതാണ് നമ്മൾ ക്രയോൺസ്, പിന്നെ ഡെക്കറേഷന് വേണ്ടി നമുക്ക് വല്ല സ്കെച്ച് പേന അങ്ങനത്തെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്കെച്ച് പേനയാണ്, സ്കെച്ചല്ല ഒരു പേന, 2 സാധാ പേനകൾ പോലത്തെ കളർ പേന. പിന്നെ ഇത് ക്രയോൺസ് ആണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു ഗം. അപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്, നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു കളർ പേപ്പർ അങ്ങ് എടുക്കാം. അപ്പോൾ ഒരു മണി അപ്പോൾ നമ്മളിത് സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. ഞാനിത് A4 സൈസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളാദ്യം ട്രയാങ്കിൾ പോലെ ഒന്ന് മറക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം കത്രിക വെച്ച് മുറിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെറുതെ മുറിക്കാം. കത്രിക വെച്ച് മുറിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. ഈ ഒരു ഭാഗം നോക്കാം. കുറച്ച് മേലെ. അപ്പം നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ പോലെ കാണില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ മടക്കാം സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കാം. അപ്പം നമുക്ക് പ്ലസ് സിമ്പിൾ കിട്ടും. അപ്പം നമുക്ക് ആ സിമ്പിൾ കഴിഞ്ഞിട്ട് പ്ലസ് സിമ്പിൾ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വര, ആ വരയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത സാധനം നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ യോജിപ്പിക്കണം. ഓക്കെ, ഇങ്ങനെ യോജിപ്പിക്കണം. അപ്പോൾ നമുക്കത് ഗം വെച്ച് വയ്ക്കാമേ. നമ്മളിത് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം. കൈ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കൈ കഴുകണം കുറച്ച്. അതിന് നമ്മളിത് എടുത്തിട്ട് നേരത്തെ കാട്ടി പോലെ ഇപ്പോൾ ഒരു ഹൗസിൻ്റെ ഒരു ഭാഗത്തിലെടുക്കില്ല. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ 4 റൂമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ലാസ്റ്റത്തെ ആണ് കേട്ടോ, 4ാമത്തത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇങ്ങോട്ട് ഒരു സ്ലിപ്പ്, ഇങ്ങോട്ട് ഒരു മടക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് ഒരു മടക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ പ്ലസ് സിമ്പിൾ വരെ ഉണ്ടാവും. പ്ലസ് സിമ്പിളിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ലൈനും വരും, അത് നമ്മൾ മടക്കിയതിൻ്റെ ലൈനായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലസ് സിമ്പിൾ വരുമ്പോൾ ആ പ്ലസ് സിമ്പിളത്തെ ഇവിടുത്തെ ലൈനങ്ങ് മുറിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗം എടുക്കാം. നമ്മളിങ്ങനെ വയ്ക്കാം. അതായത് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ അവിടെ, അയ്യോ, ഇങ്ങനെയാണ് നമ്മുടെ ബുക്ക് പോലത്തെ ആ ഒരു സംഭവം വയ്ക്കുന്നത്. അപ്പോൾ അതായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ബെഡ്റൂം, കിച്ചൺ, ഹാൾ അങ്ങനെയായിട്ടല്ലേ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഇതുമല്ലൊക്കെ ഡിസൈൻ ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് ആദ്യം പച്ചവെള്ള ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. അതിന് ഞാൻ ആദ്യം ബ്ലാക്ക് കളർ പേപ്പർ ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്കാണ് കുറച്ച് കൂടിപ്പോയതൊരു സംശയമുണ്ടേ.
ഗം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഗം ഇത് പ്ലീസ് അതാണ് നമ്മൾ വെച്ചിട്ട് overall don't they reuse it okay more like അതിനുവേണ്ടി നമ്മുടെ തന്നെ ബോർഡർ ഷെയർ ചെയ്യാൻ പറ്റും ഇഷ്ടം ചെയ്യാൻ പറ്റും അത് ബ്ലാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പക്ഷേ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും അല്ലേ ഞാൻ ഇതിനെ പറ്റും നമ്മളിത് മെറ്റീരിയൽ ക്ലോക്കും മെറ്റീരിയൽ ഒരു മാറ്റ് വെച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ ഇതുപോലെ 3 രീതിയിലായിട്ട് ഇങ്ങനെ മടക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആദ്യത്തേത് എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ മൂന്നാമത്തേത് ഇവിടെ വന്ന് വെക്കാം. നമ്മളിപ്പോൾ കിച്ചണാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ കിച്ചണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകും. നമ്മൾ കുറച്ച് പേപ്പർ എടുക്കാം. നമ്മൾ ഇങ്ങനെ മടക്കാം. ഇവിടെ യോജിക്കും. Cristiano Ronaldo. നമുക്ക് റെഡിയും തുടങ്ങാം. പക്ഷേ ലാവൻഡർ പിങ്ക് പർപ്പിൾ തന്നെയാണ് നല്ലത്. ശരിയല്ലേ? തുടങ്ങിയിട്ടുണ്ട്. ഷലപ്പിലാണ് കളർ അടിക്കുക. യെസ്
ആ സ്റ്റൗ വരച്ചില്ല. പിന്നെ ഭക്ഷണം വിളക്കൊക്കെ ഡയറക്റ്റ് ഡൈനിങ് ടേബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ചിലവിലാണ് തോറ്റെടുക്കുക. അത് നമ്മൾ ആദ്യം പിന്നെ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാം. ബീഫാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മറക്കാം. പിന്നെ ഇത് മറക്കാം. മറക്കാം. ആദ്യം തോന്നും കുറച്ചുകൂടി മറക്കാം. ഓയിൽ വരയ്ക്കണം ഗൈസ്, സൈഡിൽ വരയ്ക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണതാണ് വാഷ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചിക്കൻ കളറാണ്, മഞ്ഞ കളറാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി. എല്ലാം കുഞ്ഞു കുഞ്ഞു കളേഴ്സുള്ള പേപ്പർ തന്നെ എടുക്കാമേ. നമ്മൾ പേപ്പർ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ പേപ്പർ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേറെ പേപ്പർ ഒന്നും ഉണ്ടാക്കാം. നമ്മൾ ഇതൊന്നും ഉണ്ടാക്കാം. ഞാൻ ഒക്കെയും പറയുന്നത് അങ്ങനെ നമ്മൾ ആദ്യം മുറിക്കാം. അത് നമ്മൾ നമ്മൾ സിങ്ക് ഉണ്ടാക്കിയില്ലേ, അതുപോലത്തെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സ്ഥലത്തേക്ക് ഞാൻ എടുത്ത് വയ്ക്കുന്നതാണ് ഈ ഭാഗത്ത്. നമുക്ക് സിങ്ക് ആയിട്ട് നല്ല പറയാം. നമ്മുടെ ബാക്കപ്പ് വയ്ക്കണത് ബാക്കപ്പ് സിങ്ക് വേണ്ട, സിങ്കല്ല വാഷ് ബേസിൻ. ബാക്കപ്പ് വേണ്ട, ബാക്കപ്പ് ഇല്ലേ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് സിങ്ക് വാഷ് ബേസിൻ. അതും സെയിം പ്രോസസ്. സിങ്ക് കുഞ്ഞിട്ട് നമുക്ക് രണ്ടെണ്ണം മതി. അത് നല്ല കളർ ബ്ലാക്ക് കളർ എടുക്കാം. നീല കളർ കൊടുക്കാം. ഇത്രയും ഒരു 10 നമുക്ക് വാഷ് ബേസിൻ ഉണ്ടാക്കാം. ഗമ്മെടുക്കാം, ഇവിടെ ഇട്ടിക്കാം. അപ്പോൾ നമ്മൾ ഈ സമയം ഒരു മസാല എന്നിട്ട് ഇവിടെ എല്ലാവർക്കും പറ്റിച്ച് കൊടുത്തു. ഞാനിവിടെ കാണാം നമ്മുടെ വാഷ് ബേസിൻ ഇട്ടിച്ച് ഇതിനും കളർ കൊടുക്കണം. നമ്മൾ ബ്ലാക്ക് കളറാണ് എടുത്ത് വരയ്ക്കാൻ പോകുന്നത്. നേരത്തെ പ്രോസസ് പോലെ ബ്ലൂ കളറുടെ ബ്ലൂ എടുക്കാം. ബ്ലൂ വേണം, ബ്ലൂ വെള്ളം ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തിരി മതി, ഇത്തിരി.
കുറച്ച് മതിയേ. ഇനി പറയാം. അത് നമ്മൾ നമ്മൾ സിങ്ക് അടിച്ച പോലെ തന്നെ. പക്ഷേ നമ്മൾ സിങ്ക് അങ്ങനെ വെച്ചിട്ട് ടാപ്പിൽ ഞാൻ നമ്മുടെ പിടിയിലുള്ള പെട്ടെന്ന് മണക്കി കുഞ്ഞിതാക്കാൻ ഇങ്ങനെ വെക്കണം. ടേപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ അത് നമ്മൾ കഴിച്ചാൽ കൊടുക്കുന്ന വയ്ക്കും. വേണ്ട പിന്നെ മതി. ടാപ്പുണ്ട് തോന്നുന്നു. നമുക്ക് വേണ്ടതാണ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ സെയിം പ്രോസസ്സ്. ഞാൻ ഓഫ്ലോഡ് അതാണ് ഇങ്ങനെ ഓഫ്ലോഡ് കടക്കോട്ടമുള്ള വാഷിംഗ് മെഷീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിഡിൽ കാട്ടിത്തരാം. അങ്ങനത്തെയാണ് ലാസ്റ്റ് വീഡിയോ കണ്ടത്. വീഡിയോ ലാസ്റ്റാണ് അതിൻ്റെ പേര് വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉണ്ട് അത് കാട്ടിത്തരാം. ഓഫ്ലോഡ് എന്ന് പറയുന്നത് ഓഫ് മുകളിൽ ടോപ്പാ ഓഫ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കാട്ടി തന്നാൽ മതി. നിങ്ങൾ കണ്ടുപിടിച്ചോ. ഇത് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചത്. ടോപ്പാവില്ല. അപ്പം നമുക്ക് നേരെ നിങ്ങൾ സ്ക്വയർ ടൈപ്പ് பண்ணுறேன். അതെന്ന് വെച്ചാൽ അവിടെ റൗണ്ട് വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ ആക്കാം. എല്ലാം നമ്മൾ ഒരു സ്കെച്ച് പെൻ എടുക്കും. കളർ പെന്ന് ബ്ലാക്ക് കളർ. ഞാൻ ഇങ്ങനെ അത് ഡോറിൻ്റെ ഒരു ചില്ലിൻ്റെ പോയി കാണിച്ചു. പിന്നെ എന്തൊക്കെ കുറേ ബട്ടൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽ. ഞാൻ ഞങ്ങളുടെ വാഷിംഗ് മെഷീനിലുള്ള ഫീച്ചേഴ്സ് പോലെ വെച്ചിരിക്കുന്നത്. ആ വാഷിംഗ് മെഷീൻ ഞങ്ങൾ ലാസ്റ്റ് കട്ടിത്തരാം. ലാസ്റ്റ് ഞങ്ങൾ വീഡിയോ ലാസ്റ്റ് കട്ടിത്തരാം. കറക്റ്റായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. കമൻറ്റ് ചെയ്ത് ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഫൈനൽ ലുക്ക്. അവിടെ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടോയ്ലറ്റ്. യെസ്, ടോയ്ലറ്റ്. ക്ലോസറി ഉണ്ടാക്കണമെന്ന് നമ്മളൊരു കുഞ്ഞി പേപ്പർ എടുക്കുന്നു. നമ്മളിങ്ങനെ മടക്കുന്നു. എല്ലാത്തിനും പ്രോസസ്സ് സെയിം പോലെ തന്നെയാണ്. ആ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഞാനങ്ങ് കമ്മൊട്ടിക്കുന്നു. കൈട്ടുരുട്ട് എടുക്കുക, തേക്കുക.
വീണ്ടും ബ്ലാക്ക് പെയിൻ എടുക്കാം. അത് നമ്മൾ വരയ്ക്കാൻ പോകുന്നതാണ് ഇതിങ്ങനെ. സെയിം ഇവിടെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഭാഗം ശരിയായി ഈ ഭാഗം ശരിയാവില്ല. എന്താണ് അങ്ങനെ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുണ്ടോ? ചേച്ചിക്ക് മാത്രമുള്ള കഴിവാണ്. കഴിവോ? വീണ്ടും സ്കെച്ച് പെൻ എടുക്കാം. ഗൈസ് അത് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റി. നമുക്കറിയാണ്ട് ഒരു തെറ്റ് പറ്റിപ്പോയതായിരുന്നു. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പോവാം. ആ സെയിം സാധനം പോലെ തന്നെ നമ്മൾ വേറൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് എടുക്കാം. ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്നത് അതിന് എൻ്റെ പണിയാണ് ഗൈസ്. നമ്മൾ സെയിം പ്രോസസ് നമുക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളത് മുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളത് സെയിം മടക്കൽ പ്രോസസ്സ് തന്നെ. നമ്മൾ മടക്കൽ പ്രോസസ്സ് നമ്മൾ മടക്കി 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 ഇത്രയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുമ്പ് എടുത്തിട്ട് ഇവിടെ വന്ന് ഒട്ടിക്കണം. നമ്മൾ ആണോ വയ്ക്കാം. എന്നിട്ട് തേങ്ങയെടുക്കാം. നമ്മൾ നേരത്തെ വെച്ചപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ വേറെ കളർ എടുക്കാം. നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇതേത് കളർ? പർപ്പിൾ. പർപ്പിൾ കാണാനില്ലേ? നിൽക്കും, ഞാൻ ചുമ്മാ വരച്ച് കാട്ടി തരാം. ഇതിങ്ങനെ വരയ്ക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇതാണ് നമ്മളുടെ ഇത്. എന്നിട്ട് ഇവിടെ പട്ടി ഇതാണ് തന്നെ ഇവിടെ വരയ്ക്കുന്നത്. പക്ഷേ ആ അറ്റം ഇതായിരിക്കും നമ്മളുടെ ഇത്. അപ്പോൾ ഈ അറ്റം തൊട്ട് ഇങ്ങനെ വരണം, ഈ അറ്റം തൊട്ട് ഇങ്ങനെ വരണം. ഈ സാധനം അതൊക്കെ നമ്മളുടെ പേപ്പർ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യണം. ഞാൻ കാട്ടി തരാം. ഞാൻ വൈറ്റ് കൊണ്ട് ചെയ്ത് കാട്ടിത്തരാം. കണ്ടത് ഇവിടെ നമുക്ക് ഇത് മുറിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിൽ ഇങ്ങനെയൊക്കെ വെച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് ചെയ്യണം. നോക്കട്ടെ. സെറ്റ് ഇവിടെ ഒട്ടിക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വേറെ സാധനം കൂടി ഒട്ടിക്കണം. ഞാൻ പറഞ്ഞു തരാം. ഓ, എനിക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ആ ബ്ലാക്ക് പേപ്പർ എടുക്കുക.
നമ്മളിങ്ങനെ മറക്കാം. നമ്മൾ മുറുക്കണ്ട, നമ്മൾ വൈറ്റ് എടുത്ത് ഇങ്ങനെ വരയ്ക്കാം. മുറിക്കാം. അപ്പം അതിൻ്റെ പകരം അതുപോലെ തന്നെ നമ്മൾ ഇത് മുറിക്കുക. ഞാൻ പറയുന്നത് കേട്ടോ. അത് വേണ്ട, അത് കുറച്ച് ടാസ്കോ. അപ്പം നമ്മളിതിങ്ങനെ വയ്ക്കാം, ഇവിടെ വയ്ക്കാല്ലേ. പക്ഷേ നമ്മുടെ ഇത്രയ്ക്ക് നേരം ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിൻ്റെ കട്ടിട്ട് വാഷ് ബേസ്, വാഷിംഗ് മെഷീൻ, ബത്തപ്പ്. ചേച്ചിയുടെ പശ കയ്യിലടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഇങ്ങോട്ടേക്കാം, ഇവിടെ വയ്ക്കാം. ഞാൻ ഈ പുറകിലും ഇവിടെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, എന്താ വർക്ക് യെസ്. അത് നമ്മൾ ആ നേരത്തെ യു പോലത്തെ ഒരു സാധനം മുറിക്കില്ലേ, അത് നമ്മളങ്ങ് ഇവിടെ അങ്ങ് ഒട്ടിക്കാം. ലുക്കില്ലേ, നമ്മളുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട്. ഇനി നമ്മൾ ഈ ഷാമ്പൂ ഷോപ്പൊക്കെ ഇവിടെ കൊണ്ടുപോയിക്കണം. നമ്മൾ ആദ്യം ഏത് കളറാണ്? ബ്ലാക്കാണോ പർപ്പിളാണോ? ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ പർപ്പിൾ എടുക്കാം, ബ്ലൂ എടുക്കാം. അപ്പോൾ ബ്ലൂ എടുത്തിട്ട് നമ്മൾ ഈ ബാത്തബിൻ്റെ മേലേറ്റ് ഇവിടെ ഇട്ട് വരയ്ക്കുന്നത്. ഞാൻ വരച്ചെടുത്തിട്ട് ഞാനതൊന്ന് വരയ്ക്കാം. കണ്ട, ഞാൻ 2-3 കുപ്പികൾ വരച്ചു. ഇത് പിന്നെ അതുപോലെ നമുക്ക് വേറെ കളർ. ഇവിടെ ഒരു സാധനം വെക്കാൻ മറന്നു തന്നെ. നമ്മൾ മിറർ വച്ചില്ല, മിറർ ഏത് ഷേപ്പായെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനൊരു ഓവൽ ഷേപ്പായിട്ടൊന്നും വരയ്ക്കണം. അതിന് നമുക്ക് സർക്കിൾ വരയ്ക്കാം. മിറർ ഒരു വൈറ്റ് കളർ ഉണ്ടെന്നല്ലോ ഇവിടെ. എപ്പോഴും റെഡും ബ്ലൂ ആണ് ഗൈസ് നല്ലത്.
നമുക്കിത് മുറിക്കാം. അങ്ങനെ നമ്മളുടെ കത്രിക മുറിച്ച് കഴിഞ്ഞു. നമ്മളങ്ങ് അവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പശ വേണം. ഇതിന് വേണ്ടി തന്നെ ഉരുട്ട, എടുക്കുക, തേക്കുക, ഒട്ടിക്കുക. ഇത് നമ്മളുടെ ബാത്റൂം സെറ്റ്. ഇതിന് മടക്കേണ്ടത് എങ്ങനെയാണെന്ന് ചേച്ചി പറഞ്ഞുതരും. സിമ്പിളാണ്. നമുക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞതിൽ നമുക്ക് കാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടിയും കാട്ടിത്തരാം. ഇവിടെ ഒരു വര ഉണ്ടാവും. ആ വര ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ മടക്കാം. നമ്മളിപ്പം മറ്റേ സാധനങ്ങളൊക്കെ നമ്മൾ 3 കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം. അത് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ ലിവിങ്. ഞങ്ങൾ പിങ്ക് സെറ്റ് പിങ്ക് എടുക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ ലിവിങ് റൂം അങ്ങനത്തെ ഒരു സെറ്റാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇപ്പോൾ ലിവിങ് റൂം. ലിവിങ് റൂമിൽ നമുക്ക് വേണ്ടത് ആദ്യം സോഫ. ഈ സോഫയുടെ പകരം നമുക്ക് ബെഡ് ഉണ്ടാക്കണ്ടേ? ഇവിടെ വരയ്ക്കാം അല്ലേ? നമുക്ക് ഗ്ലാസ് ഇങ്ങനെ ഞങ്ങൾ സോഫ ബ്ലാക്കായി ബ്ലാക്ക് പേപ്പറിലാണ് എടുക്കുന്നത്. സെയിം പ്രോസസ്. സെയിം പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് വേറെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഒരു പേപ്പർ നിറച്ചു സോഫ വലുതായിട്ടില്ലേ? നമ്മൾ ഒരു വലിയ പേപ്പർ എടുക്കുക. നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ അങ്ങ് വയ്ക്കുക. ഇവിടം തൊട്ട് അങ്ങോട്ട് ഇവിടം വരെ വയ്ക്കുക. ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമുക്ക് ടേപ്പല്ല പൊട്ടിക്കുക. ഈ അത്തേക്ക് ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. വെട്ടിമുറിച്ച് കളയാം. നമ്മളിത് ഉണ്ടാക്കി നമ്മളിനിപ്പോൾ ഗം ഒട്ടിച്ച് വെക്കണം. പിന്നെ നമ്മൾ ക്ലോസേഴ്സ് ഉണ്ടാക്കിയ പോലെ മേലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ.
ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെച്ചു. അടുത്ത പെപ്പർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു യു പോലത്തെ സാധനം വരയ്ക്കണം. മുറിക്കുക. നമ്മളിതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സ്റ്റാർട്ട്. ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക്. ഭംഗിയുണ്ടല്ലേ? അടുത്ത നമുക്ക് ടി വി വരയ്ക്കണം. ടി വി എപ്പോഴും ബ്ലാക്കിന്. ഹാള് നിറച്ചും ബ്ലാക്കാണ്. ടി വി എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സിമ്പിളാണ്. ആൾക്ക് വലിയ ടി വി ആയതുകൊണ്ട് നമുക്ക് വലിയ ടി വി വരയ്ക്കാം. പക്ഷെ ഇവിടെ കൊള്ളോ വലിയ ടി വി? അയ്യോ, ഇവിടെ വെക്കുമോ? സെറ്റ് വരുന്നു. കമ്പ്യൂട്ടർ സ്റ്റാൻഡ് പോലെ ഉണ്ടല്ലോ. ടി വിയിൽ MI ബോക്സൊക്കെ ഉണ്ടല്ലേ? അവിടെ നമ്മളിതങ്ങ് മുറിക്കാം. ഇവിടെ നോക്കിയാൽ ഗമ്മൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് കൂടിപ്പോയിട്ടുണ്ട്, സംശയമുണ്ട്. നമ്മുടെ ടി വി റെഡിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ അടുത്ത് എന്താ വരയ്ക്കണ്ടേ? അടുത്തെന്തുള്ള ഞാൻ പോയി കൈ കഴുകി തരാം. ാക്കാൻ പോകുന്നതാണ് മാറ്റ്. അപ്പോൾ അത് നമുക്കൊരു ഏത് കളർ എടുക്കണം? പർപ്പിൾ മതി. ഏത് കളർ വരയ്ക്കാൻ? ഒരു റെഡ് അല്ലെങ്കിൽ ബ്ലൂ. ബ്ലൂ വേണ്ട, നമുക്കിപ്പോൾ പിങ്ക് എടുക്കാം. ഈ പിങ്ക് ഭയങ്കര ഇഷ്ടം എനിക്ക്. സ്കിൻ കളർ പോലത്തെ പിങ്ക്. ഇത് ഷട്ടിൽ വർക്കാവില്ല. നീ പറഞ്ഞ ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ എടുക്കാം. ഇതിവിടെ വയ്ക്കാല്ലേ? നേരെയാക്കി വെക്കുക. ഇതിങ്ങനെ വെക്കുക. നേരെ കുറച്ച് ഫ്രണ്ടിക്ക് ഇങ്ങോട്ടോ. അപ്പം ഗമ്മ് പൊട്ടിച്ച് വെക്കാം. ഇതെന്താന്ന് വെച്ചിട്ട് ലിവിങ് റൂം എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. എനിക്കിഷ്ടമില്ല. എനിക്ക്
ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ കിച്ചണും ബാത്റൂമും ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. ബെഡ്റൂം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരെണ്ണം പിന്നെ എല്ലാം കൂടി പൊട്ടിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടതാണ് ഈ ഒരു സാധനം. ഈ ബെഡ്റൂം എനിക്ക് ഏറ്റവും കൂടുതൽ ബെഡ്റൂം തന്നെയാണ്. നമുക്കത് ലാസ്റ്റ് സംസാരിക്കാം. പിന്നെ ലാസ്റ്റ് വാഷിംഗ് മെഷീൻ കാട്ടിത്തരാം. ഇത് റൂം, ഇത് കിച്ചൺ, എൻ്റെ ഫേവറേറ്റ് റൂം. എൻ്റെ കിച്ചണും ബെഡ്റൂമും എന്താ ഫിനിഷിങ്. അതെ, ലിവിങ് റൂമാണ് ഫിനിഷിംഗ് ഒക്കെ ആച്ചിക്കച്ചിക്കച്ച് കൂടുന്ന പോലെ ആയത്. അതെ അതെ. എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുക്കും. കുറച്ച് ഗമ്മ മതിയേ. ഞങ്ങളുടെ പോലെ കൂടുതൽ വായ തേച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പൂക്കലം മതി. നമ്മുടെ പരിപാടിയൊക്കെ കഴിയാറ് ഇവിടെ കേട്ടുണ്ട്. കൈ ഉപയോഗിക്കുന്നുണ്ട്. തുടങ്ങി, സ്റ്റാർട്ട്. നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഇത് നമുക്ക് പണിപ്പാളും. ഇത് പോയി എല്ലാ പണികളും കഴിഞ്ഞു പല പണി സ്റ്റാർട്ട്. പോയി. അടുത്ത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ലിവിംഗ് റൂം. എനിക്ക് ഏറ്റവും ഇഷ്ടമാത്തൊരു റൂമാണിത്, ലിവിംഗ് റൂം. ഞങ്ങൾക്ക് പിങ്ക് ഇഷ്ടമല്ല. അതെ, എനിക്കത് ഈ പിങ്ക് കണ്ടാലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ ഞങ്ങൾ അലങ്കോലു എനിക്കല്ലേ ആ സോഫയാണ് ഏറ്റവും അലങ്കോലിയത്. സോഫ ഇല്ലാത്തൊരു പക്ഷെ ഞങ്ങൾക്ക് പിങ്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിലത്തെ കളറായി പോയില്ലേ. സാധാരണ മാത്രം എടുത്ത കീറിപ്പറച്ച് കളഞ്ഞില്ല. എല്ലാം കറക്റ്റല്ലേ നോക്കി. പിന്നെ നമുക്ക് വേണമെങ്കിൽ വല്ല ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. അതുപോലെ പേജിന്റെ ഫസ്റ്റ് തേർഡ് എയ്റ്റാണ് ലാസ്റ്റ്. ചേച്ചി ഞാനിപ്പോ പൈപ്പ് ഇത് ഒട്ടിക്കണം ഒരു ആലോചനയുണ്ട്. ഞാൻ ഒട്ടിക്കുന്നില്ല, വെറുതെ വീണ്ടും കൊളാക്കണം. തുടങ്ങുമ്പോൾ തന്നെ ലിവിങ് റൂം വരണം. തുടങ്ങുമ്പോൾ തന്നെ ലിവിംഗ് റൂം വരും. ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ബാത്റൂമിലേക്ക് പോവും. അതിൽ നേരെ ബെഡ്റൂമിലേക്ക് എത്താൻ പോകുന്നത്. ബെഡ്റൂം തുറന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമായി. ആ ഓവന്റെ സൈഡ് നോക്കണ്ട ഗൈസ്. ഞങ്ങള് ബാൽക്കണി ആക്കിയാൽ മതി. ഞങ്ങള് പിന്നെ മറ്റി ഒരു നമ്മളുടെ ലാസ്റ്റ് കാട്ടാൻ പറഞ്ഞ സാധനം കാട്ടിത്തരാം. ഇത് നമ്മളുടെ വാഷിംഗ് മെഷീൻ. ഞങ്ങൾ ഉദ്ദേശിച്ച വാഷിംഗ് മെഷീനാണിത്. അപ്പോൾ ഗൈസ്
താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.